अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याक नअबुदु व इय्याक नस्तईन। इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़ज़ूबि अलैहिम वलद्दाल्लीन। अल्लाह ताला का അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്കിന്ന് ഈ കാലഘട്ടത്തിലെ ഇമാമിനെ അംഗീകരിക്കാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ അള്ളാഹുവിൻ്റെ വാഗ്ദാന പ്രകാരം അത് പൂർത്തിയാകുന്നത് കാണുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തെ പൂർണ്ണമാകുന്നതായിക്കൊണ്ട് കാണുകയും അതിനെ സാക്ഷ്യപ്പെടുത്തുന്നവരുമായിരിക്കുകയാണ്. ഈ കാര്യം അള്ളാഹുവിന് നന്ദിയുള്ളവരായി നമ്മൾ തീരേണ്ടതാണ്. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നത് അതവൻ പറഞ്ഞ മാർഗങ്ങളിലൂടെ അവനെ ആരാധിക്കുന്നതിലൂടെ ആയിരിക്കണം. ആരാധനയുടെ ഏറ്റവും ഉത്തമമായ മാർഗം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമസ്കാരമാണ്. 5 നേര നമസ്കാരം, പിന്നീട് മറ്റ് നഫലായ നമസ്കാരങ്ങൾ. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള കൽപ്പനയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ സ്വഹാബത്തുകളിൽപ്പെട്ട സ്ത്രീകൾ, അവരുടെ റിവായത്തുകൾ വരുന്നു. അവരിൽ പലരും പുരുഷന്മാരെക്കാൾ മുന്നേറുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും രാത്രി മുഴുവനും ആരാധനകളിൽ കഴിച്ചുകൂട്ടുകയും പകൽ നോമ്പ് വെക്കുകയും ചെയ്യുമായിരുന്നു. ഏതുവരെ എന്നാൽ പുരുഷന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് സ്ത്രീകളുടെ ഈ അധികമായ പ്രവൃത്തികളെ തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പറയുമായിരുന്നു. അല്ലാഹു തആല ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള കടമകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. പുരുഷന്മാരുടെ കടമകൾ, കുട്ടികളുടെ കടമകൾ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ. രാത്രിയും പകലും ആരാധനകൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഹുഖൂഖുല്ലാഹിയുടെ കടമകൾ പൂർത്തിയാക്കുന്നതല്ല. ഈ കാലഘട്ടത്തിലും ചില സ്ത്രീകൾ അള്ളാഹുവിനെ ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിന് നൽകിയിരിക്കുന്നു. അവർ തങ്ങളുടെ ആരാധനകളുടെ ഉന്നതമായ നിലവാരം പ്രകടമാക്കുന്നു. അത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. അതിൽ ഒരു ഉദാഹരണം, ഹദ്റത്ത് അമ്മാജാൻ്റെ ഉദാഹരണം ഞാനിവിടെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഹദ്റത്ത് അമ്മാജാൻ ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2ാമത്തെ ധർമ്മപത്നിയായിരുന്നു. അതിലൂടെ അനുഗ്രഹീതരായ സന്താനങ്ങൾ അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല മുൻകൂട്ടി തന്നെ അദ്ദേഹത്തിന് പ്രവചനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സന്താനങ്ങൾ സവിശേഷമായ പ്രത്യേകതകളോട് ജനിക്കുകയുണ്ടായി. എന്തായാലും ഞാൻ ഈ സമയത്ത് ഹദ്റത്ത് അമ്മാജാൻ്റെ ആരാധനകളുടെ നിലവാരത്തെ സംബന്ധിച്ച് അതിലെ 3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പല സ്ത്രീകളും പറയാറുണ്ട്, ഞങ്ങൾ ഹദ്റത്ത് അമ്മാജാനെ കാണാൻ പോകുമ്പോഴെല്ലാം ഹദ്റത്ത് അമ്മാജാൻ അവരുടെ ആത്മീയമായ അറിവിൽ നിന്ന് പ്രയോജനമെടുക്കാനായി അവരെ തേടി പോകുമ്പോഴെല്ലാം അതൊരിക്കലും തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനുള്ള സദസ്സായിരിക്കുകയില്ല, മറിച്ച് ആത്മീയമായ അറിവുകൾ പങ്കിടുന്ന ഒരു സദസ്സായിരിക്കും അമ്മാജാനോടൊപ്പമുള്ള സദസ്സുകൾ. അതേസമയം തന്നെ ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ ഹദ്റത്ത് അമ്മാജാൻ ആ സദസ്സ് ഉപേക്ഷിച്ചുകൊണ്ട്
ആ ദീനീപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ആ സംസാരങ്ങൾ ആത്മീയമായ സംസാരങ്ങളാണെങ്കിൽ പോലും ആ സംസാരങ്ങൾ അവിടെ നിർത്തി വച്ചുകൊണ്ട് ഞാൻ നമസ്കരിക്കാൻ പോവുകയാണ്, നിങ്ങളും നമസ്കാരത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിനായി എഴുന്നേറ്റ് പോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുമായി സവിശേഷമായി ബന്ധം വയ്ക്കുന്ന സ്ത്രീകൾ ജമാഅത്തിലുണ്ട്. ചിലർ ചെറിയ കുട്ടികളുണ്ട്. ആ കാരണം പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിലോ അല്ലെങ്കിൽ ആരാധനയിലോ അലസത കാണിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അത്തരമൊരു സ്ത്രീയെ സംബന്ധിച്ച് ഹദ്റത്ത് അമ്മാജാൻ പറയുകയുണ്ടായി, നീ നമസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൈക്കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ വിസർജ്യവും മൂത്രവുമെല്ലാം കാരണം എൻ്റെ വസ്ത്രങ്ങൾ അശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിക്കൊണ്ട് നമസ്കരിക്കാം എന്നവർ മറുപടി പറയുകയുണ്ടായി. അതിൽ ഹദ്റത്ത് അമ്മാജാൻ വളരെ നീരസം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നഫ്സിൻ്റെ ഇത്തരത്തിലുള്ള ഒഴിവ് കഴിവുകളെ നിങ്ങൾ കുട്ടികളുടെ മേൽ ഇടാതിരിക്കുക. കുട്ടികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇനാമാണ്, സമ്മാനമാണ്. ആ സമ്മാനത്തെ നിങ്ങൾ അവമതിക്കാതിരിക്കുക എന്ന് പറയുകയുണ്ടായി. അല്ലാഹു തആല എൻ്റെ വസ്ത്രം അഴുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ചില സ്ത്രീകൾ അവർ അത്തരത്തിലുള്ള ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് കുട്ടികളെ ഒരു തടസ്സമായി കണ്ട് നമസ്കാരം ഒഴിവാക്കുന്നതിന് പകരം സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ആരാധനയുടെ നിലവാരങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. കുട്ടികൾ നിങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമാണ് എങ്കിൽ ആ സന്താനത്തെ നൽകിയ അള്ളാഹു ആ സന്താനത്തെ തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങളെ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെടുത്താൻ അവൻ കഴിവുള്ളവനാണ്. സദർ സാഹിബ് ശ്രദ്ധിക്കുക, ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുക. അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടായ ശേഷം അതൊരു കാരണമായി കണ്ടുകൊണ്ട് ആരാധനയിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ആരോഗ്യമുള്ള സന്താനത്തിനായി ദുആ ചെയ്യുകയും അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു സന്താനത്തെ നൽകിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ അവനെ കാരണമാക്കിക്കൊണ്ട് ആ സന്താനത്തെ കാരണമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആരാധനയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള സന്താനങ്ങൾ ചെറുപ്പത്തിലല്ലെങ്കിൽ ഒരു വളർന്നു വരുമ്പോൾ ദീനിൽ നിന്ന് അകലുകയും മാതാപിതാക്കൾക്ക് തന്നെ എതിരായിത്തീരുകയും ചെയ്യും. ചില മാതാപിതാക്കൾ എനിക്ക് കത്തുകൾ എഴുതാറുണ്ട്, ഞങ്ങളുടെ സന്താനങ്ങൾ മോശം വഴിയിലായിരിക്കുന്നു എന്ന് പറയുന്ന കത്ത് എഴുതാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സന്താനങ്ങൾ സൽപന്താവിലേക്ക് ചലിക്കാൻ കാരണം മാതാപിതാക്കൾ, അതിൽ പ്രധാന ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾ അള്ളാഹുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ, സന്താനങ്ങളുടെ തർബീയത്തിൻ്റെ ശരിയായ കടമകൾ നിറവേറ്റിയിട്ടില്ല എങ്കിൽ, ചെറിയ പ്രായം മുതൽ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല എങ്കിൽ, അവർക്ക് മുമ്പിൽ നല്ല മാതൃക കാണിക്കുന്നില്ല എങ്കിൽ, സന്താനങ്ങൾ ദീനിൽ നിന്ന് അകന്നു പോവുകയും നേരെ തിരിച്ചാണെങ്കിൽ അവർ ദീനുമായി അടുപ്പമുള്ളവരായിരിക്കുകയും മാതാപിതാക്കളെ സേവിക്കുന്നവരായി തീരുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾ ഒരു പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ അവർ മാതാപിതാക്കളുടെ മാതൃക കാണുന്നു. മാതാപിതാക്കൾ നല്ല മാതൃകയാണ് കാണിക്കുന്നതെങ്കിൽ, തങ്ങളുടെ ആരാധനകളുടെ നിലവാരങ്ങൾ പൂർത്തിയാക്കുന്നവരാണെങ്കിൽ, ഈമാൻ ഉറച്ചതാണെങ്കിൽ കുട്ടികളും ദീനിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്.
അല്ലെങ്കിൽ ദീനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. കുട്ടികൾ ചോദ്യങ്ങൾ എഴുതി എനിക്ക് അയക്കാറുണ്ട്, എന്നോട് നേരിട്ടും ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്തിന് അള്ളാഹുവിനെ ആരാധിക്കണം? ഞങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പം മുതൽക്കേ തന്നെ ശരിയായ അധ്യാപനം അവരുടെ ചെവിയിലിട്ട് നൽകിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള നന്ദി ചെലുത്താനായിക്കൊണ്ട് അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഔദാര്യങ്ങൾക്ക് പ്രത്യുപകാരം എന്ന നിലയിൽ അവനെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നമ്മളവരെ ബോധ്യപ്പെടുത്തുകയും സ്വയം അതിന് മാതൃകയാവുകയും ചെയ്തില്ല എങ്കിൽ ഒരിക്കലും തന്നെ കുട്ടികളുടെ ഹൃദയത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നതല്ല. മാതാപിതാക്കൾ തങ്ങളുടെ ആരാധനകളുടെ നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം ദീനീപരമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. പലപ്പോഴും മാതാപിതാക്കൾ പരസ്പരം പഴിചാരുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. പല ഉമ്മമാരും അനാവശ്യമായ സീരിയലുകളും ഡ്രാമകളും അവരുടെ സദസ്സ് സംഘടിപ്പിക്കുന്നതിലും വ്യാപൃതരാണ്. പുരുഷന്മാർ അവരുടെ ഭൗതികമായ ദുനിയാവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ ഇത്തരം കാര്യത്തിൽ വധ ചെലവഴിക്കുന്നു. നമ്മളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്ക് എന്താണോ ലഭിക്കുന്നത് ആ ലഭിക്കുന്നതിൽ ജീവിതം കഴിച്ചു കൂട്ടാനുള്ള പരിശ്രമമുണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നോക്കുവാനോ അവരെ ശ്രദ്ധിക്കുവാനോ നമുക്ക് സാധിക്കില്ല എങ്കിൽ നമ്മൾ അവരുടെ ആ കടമകൾ നിറവേറ്റുന്നതിൽ പരാജിതരാവുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആ ഉത്തരവാദിത്തം ശരിയായ നിലയിൽ നമ്മൾ പൂർത്തിയാക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സന്താനങ്ങളുടെ ഭാവിയും അവരുടെ ദീനീപരമായ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അവരുടെ ചിന്തകളിൽ ആഴത്തിൽ വേരുറപ്പിക്കേണ്ടത് ഒരു മോമിനായിക്കൊണ്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ കടമ എന്നുള്ളത്. കാലത്തിൻ്റെ ഇമാമിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളവരുടെ വാദം ശരിയായതാണെങ്കിൽ അവർ തങ്ങളെ സ്വയം ജമാഅത്തിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുകയും തനിക്കുള്ളിൽ ഒരു പരിശുദ്ധമായ മാറ്റമുണ്ടാക്കിയെടുക്കുകയും ആത്മാർത്ഥതയിൽ വർദ്ധിക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹുമായിക്കൊണ്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സന്താനങ്ങൾ ആണായാലും പെണ്ണായാലും അവരെ അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രാപിക്കുന്നവരാക്കി തീർക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായിക്കൊണ്ട് ഒരു സൗഹൃദപരമായ ബന്ധമുണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നവരായി സന്താനങ്ങളായിരിക്കേണ്ടതാണ്. ആ രീതിയിലുള്ള ബന്ധമുണ്ടാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ അനക്കമടക്കങ്ങൾ അവരേതൊക്കെ സദസ്സുകളിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്കുണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ഞങ്ങൾക്ക് നന്മയാണുള്ളതെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവരിലും മാറ്റമുണ്ടാകുന്നതാണ്. എന്തായാലും ഈ കാര്യത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ദുനിയാവ് വളരെയധികം മോശമായൊരു സാഹചര്യമാണുള്ളത്. സ്കൂളുകളിൽ പോലും തൃപ്തികരമായ ഒരു നിലവാരമല്ലമുള്ളത്. മറിച്ച് പല രീതിയിലുള്ള ലഘുവിയാത്തുകളും അനാവശ്യമായ വ്യർത്ഥമായ കാര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ പെട്ടുപോകുന്നു. മാതാപിതാക്കൾ ആരാധനകളുടെ കടമകൾ നിറവേറ്റാതെ ദുനിയാവിന് പിറകെ ഓടുന്നവരാണെങ്കിൽ സന്താനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതല്ല. പല സ്ത്രീകളും വേദനയോടുകൂടി എനിക്ക് കത്തെഴുതാറുണ്ട്. ഞങ്ങളുടെ സന്താനങ്ങൾ അല്ലെങ്കിൽ ഇന്ന കുട്ടികളൊക്കെ വളരെ മോശമായ മാർഗത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ പറയാറുണ്ട്.
ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ ആഴ്ന്നിറങ്ങുകയും ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് അകലുകയും ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പല രീതിയിലുള്ള വിള്ളലുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. പലപ്പോഴും സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇന്ന കാര്യം നിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയും തങ്ങളുടെ സന്താനങ്ങളുടെ മേൽ നമ്മൾ ഒന്നിച്ചു നിർവഹിക്കേണ്ടതായിട്ടുള്ള കടമകളെ സംബന്ധിച്ച് അവർ മറന്നു പോവുകയും ചെയ്യുന്നു. കുട്ടികൾ മോശം മാർഗത്തിൽ അകപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ നമ്മുടെ അശ്രദ്ധ മൂലമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നുള്ള വേവലാതി മാതാപിതാക്കളിൽ ഉണ്ടാകുന്നത്. എപ്പോഴും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്, തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അതിനുവേണ്ടി അല്ലാഹു തആല തഖ്വയുടെ മാർഗത്തിൽ ചലിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറയുന്നു, അതേപോലെ തന്നെ നിക്കാഹ് ഖുതുബയുടെ വേളയിൽ പറയുന്നു, നിക്കാഹിൻ്റെ ഖുതുബയിൽ പോലും തഖ്വയിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അല്ലാഹുവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സ്വയം രക്ഷപ്പെടുകയും നമ്മുടെ സന്താനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ മാതാവും തന്നെ തങ്ങളുടെ സന്താനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇത് വേരൂട്ടി ഉറപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. അത് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ഭൗതികമായ സാഹചര്യങ്ങളുടെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മുടെ സന്താനങ്ങൾ രക്ഷപ്പെടുന്നതാണ്. ഇവിടെ വന്ന് നമ്മുടെ സന്താനങ്ങൾ പഠിച്ച് ഉന്നതമായ ജോലിയിലേക്ക് എത്തിച്ചേരും എന്ന് മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തവരാണ്. നമ്മൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് ആഗതനായ കാലത്തിൻ്റെ ഇമാമിൻ്റെ ഓരോ വാക്കും പൂർണ്ണമായിക്കൊണ്ട് നിറവേറ്റവരാകേണ്ടതാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുകയും നമ്മുടെ ഈമാനെ കൂടുതൽ ദൃഢപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ തൊട്ട് ആരാണോ അലസരായിരിക്കുന്നത് അള്ളാഹുവും അവരെ തൊട്ട് അവരിൽ നിന്ന് അശ്രദ്ധരാകുന്നതാണ്. അല്ലാഹു തആല ആരാധനകളെ സംബന്ധിച്ച് പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടുത്തു നിർത്തുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനെ ശരിയാവണ്ണം അവനെ ആരാധനകൾ നിർവഹിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളെ ബലാത്കാരമായി അടിച്ചേൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്, ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. അതുപോലെ അലസതയോടും അശ്രദ്ധയോടുകൂടി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അത് നമുക്ക് യാതൊരുവിധ പ്രയോജനവും ചെയ്യുകയില്ല, മറിച്ച് അത് നമുക്ക് നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്. അത്തരം നമസ്കാരങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. ഇത് വളരെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അല്ലാഹു പറയുന്നു, ഞാൻ ജിന്നിനെയും ഇൻസിനെയും ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ പക്ഷേ ആ ഉത്തരവാദിത്തം, അല്ലാഹു പറഞ്ഞിട്ടുള്ള ആ കടമകൾ, ആ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റാൻ പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ അവൻ്റെ ഇഹപര ജീവിതം അനുഗ്രഹീതമായി തീരുന്നതാണ്. പ്രകൃതിപരമായി തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള ആ കഴിവുകൾ ഈ ആരാധനകളിലൂടെ വെളിപ്പെടുന്നതാണ്. നമ്മൾ കൃത്യമായി നമസ്കരിക്കുകയും ആരാധനയുടെ കടമകൾ നിറവേറ്റുകയും നമ്മുടെ സന്താനങ്ങൾക്ക് നല്ല മാതൃക കാണിക്കുകയും ചെയ്താൽ, അള്ളാഹുമായിക്കൊണ്ടുള്ള സജീവമായിക്കൊണ്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ, നമുക്ക് അത്തരത്തിലുള്ള ബന്ധമുണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടതാണ്. സവിശേഷമായ നിലയിൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കുട്ടികളിൽ ഈ താല്പര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ദീനീപരമായ ഒരു അന്തരീക്ഷം
അവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചിന്തിക്കേണ്ടതാണ്. ദീനുമായി കൊണ്ടും അള്ളാഹുമായി കൊണ്ടും അവർക്ക് ഏതൊക്കെ രീതിയിൽ ബന്ധം ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉമ്മമാർ പറയാറുണ്ട്, പലപ്പോഴും കാണുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പഴയ പോലെ ദീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. 13, 14, 15 വയസ്സായി കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്നത് ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളും പലപ്പോഴും ആ പക്വത എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജമാഅത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുന്നു, ദീനിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുന്നു, അള്ളാഹുവിൽ നിന്ന് അകന്നു നിന്നതായി കാണുന്നു. അത് ഭൗതികതയുടെ പിന്നാലെ പോകാൻ തുടങ്ങുന്നു. ഇവിടുത്തെ രാജ്യം അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നിയമപരമായിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു തുടങ്ങുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നു. പല മാതാപിതാക്കളും പറയാറുണ്ട്, ഇവർക്ക് എന്ത് പറ്റിയെന്നറിയുന്നില്ല, ഇവർ ദീനിൽ നിന്ന് അകന്നു പോകുന്നു എന്ന്. അതിന് കാരണം ഞാൻ പറഞ്ഞതുപോലെ സന്താനങ്ങളുമായിക്കൊണ്ട് നല്ല ബന്ധം മാതാപിതാക്കൾക്കുണ്ടാകേണ്ടതാണ്. അവർ പുറത്തിറങ്ങി ലോകം കണ്ടു കഴിയുമ്പോൾ ഇതാണ് യഥാർത്ഥമായ ലോകമെന്നും ഇത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുമാണ് എന്ന ചിന്ത അവരിലുണ്ടാകുന്നു. പക്ഷേ ഭൗതികമായ അനുഗ്രഹങ്ങളും അതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വരുന്നത്. മാതാപിതാക്കൾ സന്താനങ്ങളെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും നല്ല ഒരു മാതൃക സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ പലപ്പോഴും സന്താനങ്ങൾ വഴിപിഴയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കുറയുന്നു. നേരെ തിരിച്ചാണെങ്കിൽ സന്താനങ്ങൾ വഴിപിഴച്ചു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ ഭൗതിക ലോകത്തിലെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒന്നും നിങ്ങളുടെ വീടുകളിൽ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് നല്ല നിലയിൽ നമ്മൾ തർബീയത്ത് കൊടുത്തിരിക്കേണ്ടതാണ്. ഇന്ന് മോഡേൺ ലോകത്ത് അല്ലെങ്കിൽ പുരോഗമിച്ച രാജ്യങ്ങളിൽ ആ നാടുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നടക്കുന്ന അശ്ലീലതകളെ പുരോഗമനമായി കൊണ്ട് മനസ്സിലാക്കപ്പെടുന്നു. നമ്മളെ നാശത്തിലേക്കും കുഴപ്പത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന മ്ലേച്ഛകരമായ പ്രവൃത്തികളാണവ. അത്യധികം അശ്ലീലകരമായ അത്തരം കാര്യങ്ങളെ ഒരു സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ ബാਜ਼ਾറുകളിലും തെരുവുകളിലും വളരെ മോശകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. കഠിനമായ ചൂടുള്ള കാലമാണിപ്പോൾ. ഈ ചൂടുകാലത്ത് അർദ്ധനഗ്നരായിക്കൊണ്ടവർ അലഞ്ഞു തിരിയുകയും അതിനെ ഒരു പുരോഗമനമായി കൊണ്ടവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഹിജാബൊന്നും ധരിക്കാതെ അവരെ പിന്തുടരണമെന്ന് അവർ ആഗ്രഹിക്കുകയും അതിനായിക്കൊണ്ട് നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇവിടെ വരുന്ന പല മുസ്ലിം സ്ത്രീകളും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരാണ്. ഒരു സൈഡൊക്കെ സൗണ്ട് കട്ടാവുന്നു കേട്ടോ. നന്മയിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകുന്ന പുരോഗമനമാണ് വാസ്തവത്തിൽ ഇവരുടേതായിട്ടുള്ളത്. വസ്ത്രം ധരിക്കാത്തവരെയും അല്ലെങ്കിൽ അർദ്ധനഗ്നരായിട്ടുള്ളവരെയും വലിയ മികച്ചവരായിക്കൊണ്ട് പലപ്പോഴും കാണുന്നു.
ഇവർ സ്വയം അർദ്ധനഗ്നരായിക്കൊണ്ട് നടക്കുകയും അതിനെ പുരോഗമനമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ചില പ്രത്യേക വർഗക്കാർ അവർ ആ രീതിയിൽ നടന്നാൽ പിന്നെ അവർ വളരെ മോശമായ ആളുകളാണ്, അല്ലെങ്കിൽ അവരൊക്കെ വളരെ പിന്നോക്ക ചിന്താഗതിയുള്ള ആളുകളാണ് എന്നൊക്കെ ഇവർ തന്നെ സ്വയം പറയുന്നു. അതേപോലെ തന്നെ ദീനീപരമായ അന്തരീക്ഷത്തിൽ വളരുന്ന മുസ്ലിം സ്ത്രീകൾ അവർ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവരുടെ ഇടയിൽ നടക്കുമ്പോഴൊക്കെ ഇവർ ആ വസ്ത്രത്തെ അധിക്ഷേപിക്കുകയും അത് പുരോഗമന ചിന്താഗതിയല്ല, മറിച്ച് തങ്ങളെപ്പോലെ നടക്കുന്നതാണ് പുരോഗമന ചിന്താഗതി എന്നൊക്കെ അവർ സ്വയം പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഐഫോണും ടി വിയും ആധുനിക സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിലൂടെയെല്ലാം അത്യധികം മ്ലേച്ഛകരമായ കാര്യങ്ങളാണ് ദജ്ജാലിൻ്റെ ഫിത്നകളും ദജ്ജാലിൻ്റെ വലയിൽപ്പെട്ടുകൊണ്ട് വളരെ മോശകരമായ കാര്യങ്ങളാണ് സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇത്തരം മോശകരമായ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഭാവിയിൽ അവർ അത്തരം മോശകരമായ കാര്യത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ ഈ മ്ലേച്ഛത അല്ലെങ്കിൽ ഈ അശ്ലീലത ആ സമൂഹത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികൾ, ചെറിയ കുട്ടികളിൽ പോലും അത്തരം ചിന്തകൾ വർദ്ധിച്ചു വരികയും ആ മോശകരമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് പകരം മറിച്ച് അത്തരം മോശകരമായ കാര്യങ്ങളിൽ ഇത്തരം കുട്ടികളും കൂടുതലായി ഇടപെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും വ്യഭിചാരത്തിൽ നിന്ന് രക്ഷിക്കുക. ഇത് നമ്മുടെ സന്താനങ്ങളെ വളരെ വിശാലമായ നിലയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരൊരു പക്വതയുള്ള പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തൊക്കെയാണ് തെറ്റുകളെന്നും മോശകരമായ ലജ്ജാകരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതാണ്. ഏതൊരു വസ്തുവിൻ്റെയും അനാവശ്യമായ ഉപയോഗം അത് മോശകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങൾ അല്ലാഹു തആല ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിജയവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പ്രവചനങ്ങളുണ്ട്. ടി വി അതിലൊന്നാണ്. ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി ഇത്തരം പ്രചാരണ ഉപാധികൾ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ മോശം കാര്യത്തിലേക്കായിക്കൊണ്ടത് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായിക്കൊണ്ടത് ഉപയോഗിക്കുമ്പോൾ അത് ലഘവിയാത്തായി മാറുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അനിൽ ലഗവി മുഗ്രിസൂൻ, മുഅ്മിനീങ്ങൾ ഈ ലഘുവായ അനാവശ്യമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടു നിൽക്കുന്നു. നമ്മൾ സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ചാറ്റ് ചെയ്ത് വരുമ്പോൾ അവരെ കളിയാക്കാനും പരിഹസിക്കാനും ഗ്രൂപ്പായിക്കൊണ്ട് പരസ്പരം മോക്ക് ചെയ്യാനുമുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത്തരം വർദ്ധിച്ചു വരുന്ന കാര്യങ്ങൾ എന്ത് കാര്യമായിരുന്നാലും ഒരു പരിധിയിൽ കൂടുതൽ വിനിയോഗിച്ചു കഴിയുമ്പോൾ അത് മോശകരമായ പ്രവർത്തനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. വാട്സാപ്പിലും വൈബറിലും അതുപോലെ മെസ്സഞ്ചറിലുമെല്ലാം നമ്മൾ ഇന്നത്തെ കാലത്ത് വലിയ തോതിൽ മെസ്സേജ് അയക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പലപ്പോഴും അന്യ സ്ത്രീകളോടും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ, അതിലെന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം മെസ്സേജുകളൊക്കെ കൈമാറുന്നു. ഇതെൻ്റെ സുഹൃത്തല്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്നയാളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും പല രീതിയിലുള്ള മെസ്സേജുകളും മറ്റും അയക്കുന്നു. ടെലിഫോണിൽ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. 10-12 വയസ്സുള്ള കുട്ടികൾ പരസ്പരം ഇരുന്നുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നു. ഈ പ്രായം കുട്ടികൾ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യമുള്ളൊരു പ്രായമാണ്. അത് പലപ്പോഴും മോശകരമായൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് അഹമ്മദി പെൺകുട്ടികൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ ഓർത്തുകൊണ്ട് തങ്ങളുടെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ നേടിയെടുക്കുന്നതിന് അനാവശ്യമായിട്ടുള്ള
എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. അത് അഹമ്മദി ആൺകുട്ടികളും മോശകരമായിട്ടുള്ള അനാവശ്യമായ ഇത്തരം പ്രവണതകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. എനിക്കൊരു കുട്ടി എഴുതുകയുണ്ടായി, ഇതുപോലെ ഞാനൊരു സുഹൃത്തിന് മെസ്സേജ് അയക്കുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കത്ത് എഴുതുകയുണ്ടായി. ഹുസൂർ പറയുന്നു, നിൻ്റെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായും അതിലെന്തെങ്കിലും തെറ്റായ കാര്യം ഉണ്ടായിരിക്കാം. അത്തരം അനാവശ്യമായ പലപ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ സെക്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ മോശകരമായ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാമുള്ള ചർച്ചയുണ്ടാകുന്നു. ഈ പ്രായത്തിൽ എന്തിനാണ് അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്? ആ പ്രായത്തിൽ പഠിക്കുന്നതിനെ സംബന്ധിച്ചല്ലേ നിങ്ങൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലല്ലേ നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? മാതാപിതാക്കൾ സന്താനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ഗ്രൂപ്പിലുണ്ട്, എന്തൊക്കെ ചാറ്റുകൾ അവർ ചെയ്യുന്നു എന്നൊക്കെ നിരീക്ഷിക്കുകയും അവരെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഉമ്മമാർക്ക് പറയാറുണ്ട്, കുട്ടിയല്ലേ, എൻ്റെ കുട്ടിയല്ലേ, അത് ചെയ്തോട്ടെ, സുഹൃത്തുക്കളുമായിട്ടല്ലേ ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഫാഷൻ വസ്ത്രധാരണത്തിൽ കുറച്ച് ഫാഷനൊക്കെ ആകാമെന്ന് ചില മാതാപിതാക്കൾ കരുതുന്നു. ശരിയാണ്, കുറച്ചൊക്കെ ആധുനിക രീതിയിലുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിനും കൂടെ കുഴപ്പമില്ല. പക്ഷേ ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ടുള്ള വസ്ത്രധാരണം അല്ലെങ്കിൽ മോശമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാം മറ്റു പുരുഷന്മാരുടെ മുന്നിൽ തങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിനെ വിലക്കുന്നു. ഇസ്ലാം പർദ്ദ അണിയാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നു. അപ്പം ആ ശരിയായ മാർഗത്തെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ഫാഷൻ്റെ പിന്നാലെ പോകുമ്പോൾ തീർച്ചയായും ലജ്ജയില്ലായ്മ ഉണ്ടാകുന്നു. മെല്ലെ മെല്ലെ പതിയെ പതിയെ ഇസ്ലാമിൻ്റെ എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ട് ഇസ്ലാം നമ്മളോട് ലജ്ജ പാലിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. ആ ലജ്ജയുടെ അതിരുകളിൽ കുള്ളിൽ നിന്നുകൊണ്ട് വസ്ത്രധാരണം നമ്മൾ ധരിക്കേണ്ടതാണ്. ആ പരിധി വിട്ടുകൊണ്ട് പോയാൽ, ഫാഷൻ്റെ പിറകെ പോയാൽ തീർച്ചയായും മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിന്നാൽ തീർച്ചയായിക്കൊണ്ടും അത് മോശകരമായ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. അനാവശ്യമായ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ നിലയിൽ ഇസ്ലാം വിട്ടു നിൽക്കാനായിക്കൊണ്ട് നമ്മോട് കൽപ്പിക്കുന്നു. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മുൻപുള്ള ഖലീഫമാരും ഇതിൽ വ്യക്തമായ വെളിച്ചം വീശിയിട്ടുണ്ട്. ജമാഅത്തെ അഹമ്മദിയുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. ജമാഅത്ത് പല കാര്യങ്ങളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. നിങ്ങളുടെ ശരീരം നഗ്നത മറയ്ക്കാൻ പറയുന്നതും അല്ലെങ്കിൽ ഷാൾ ധരിക്കാൻ പറയുന്നതും പർദ്ദ ധരിക്കാൻ പറയുന്നതും ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ കൽപ്പന എന്താണോ അതാണ് നിങ്ങളോട് പറയുന്നത്. ശരിയായ രീതിയിലുള്ള പർദ്ദ എന്നുള്ളത് നിങ്ങളുടെ തല മറഞ്ഞിരിക്കണം, തലമുടി മറഞ്ഞിരിക്കണം, നിങ്ങളുടെ മാറ് മറഞ്ഞിരിക്കണം, നിങ്ങളുടെ ശരീരം പൂർണ്ണമായ നിലയിൽ മറഞ്ഞിരിക്കണം. നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ പർദ്ദയുടെ പരിപൂർണമായ രീതി എന്താണോ അത് അവലംബിച്ചുകൊണ്ട് നമ്മൾ പർദ്ദ ധരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അന്യപുരുഷന്മാരുമായിക്കൊണ്ട് അനാവശ്യമായ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിനും അവരുമായി അടുത്തിടപഴകുന്നതിനും, ഇപ്പോൾ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിക്കുന്നവരാണെങ്കിലും പർദ്ദയില്ലാതെ അവരുമായിക്കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇടപഴകുക എന്നുള്ളത് അവരെ മോശകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അതിൽ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉമ്മമാർ അതിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മക്കളോട് തെളിവുകളുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ കാര്യകാരണങ്ങൾ സഹിതം അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലോ ഒക്കെ പോകുന്നുണ്ട് എങ്കിൽ രാത്രി അവിടെ പോകരുത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാര്യകാരണങ്ങൾ, എപ്പോഴവിടെ പോകണം, എപ്പോഴവിടെ പോയിക്കൂടാ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായ നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ കാര്യം മനസ്സിലാകുന്നതാണ്. പല സ്ത്രീകളും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പല ഉമ്മമാരും മക്കളെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. പല പെൺകുട്ടികളും കാര്യബോധമുള്ളവരും ഇതൊക്കെ മനസ്സിലാക്കുന്നവരുമാണ്.
ദുനിയാവ് നമ്മളെ, ഭൗതികരായ ആളുകൾക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ വരാൻ തുടങ്ങിയിരിക്കുന്നു. ജമാഅത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഓരോ പെൺകുട്ടികളും തന്നെ അവരുടെ അന്തസ്സിനെയും അവരുടെ അഭിമാനത്തെയും കാത്തുരക്ഷിക്കേണ്ടതാണ്. ദീനിൻ്റെ അന്തസ്സിനെ കാത്തുരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനായിക്കൊണ്ട് പരിശ്രമിക്കേണ്ടതാണ്. അവരുടെ പരിപാടികളിൽ ഈ കാര്യം നല്ലപോലെ കുട്ടികളുടെ ചെവിയിലിട്ട് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു പരിശുദ്ധിയുണ്ട്. ഈ തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹിജാബ് അണിയുക. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും നിങ്ങളുടെ ജമാഅത്തിൻ്റെയും അന്തസ്സിനെയും നിങ്ങൾ വെളിപ്പെടുത്തുന്നവരായി തീരണം. നിങ്ങൾ ശരിയായ നിലയിൽ അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഭൗതികമായി കൊണ്ടുള്ള ഈ മോശം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ തീർച്ചയായും രക്ഷിക്കപ്പെടുകയും സുരക്ഷിതരായിരിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും ആൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ തെറ്റിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും ഇക്കാര്യം മനസ്സിലാക്കുക. അവർ ഈ കാലത്ത് ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുകയും ഇസ്ലാമിക അധ്യാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ പ്രതിജ്ഞ മറ്റുള്ളവരെക്കാൾ ഒരു വ്യതിരിക്തത എനിക്കുണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിലാണ്, എല്ലാ പ്രവർത്തനത്തിലും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടുകൊണ്ട് ഇവൾ വളരെ ഭൗതികയായ കുട്ടിയാണ്, ദീനിൻ്റെ കാര്യത്തിൽ ഇവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയിപ്പിക്കാനിടയാകരുത്. നമ്മൾ കാലത്തിൻ്റെ ഇമാമിനോട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധമായൊരു മാറ്റമുണ്ടാക്കിയെടുക്കണം, എൻ്റെ സന്താനങ്ങളുടെ ഉള്ളിൽ ഒരു പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്ന പ്രതിജ്ഞ എടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ തീർച്ചയായും ഒരു അന്തസ്സുള്ള സ്ഥാനം അവർക്ക് ലഭിക്കുന്നതാണ് സമൂഹത്തിൽ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീത വിധേയരായിക്കൊണ്ട് അവനെ ആരാധിക്കുന്നതിൽ അവനെ ആരാധിക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിക്കൊണ്ടും അള്ളാഹു താല നമ്മിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളിൽ ആ പരിശുദ്ധമായ മാറ്റമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു അന്തസ്സ് ലഭിക്കുന്നതാണ്. അവിടെ നിങ്ങളെ വളരെ ഔന്നത്യത്തോടുകൂടി നിങ്ങളുടെ പേര് പറയപ്പെടുന്നതാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തന്നെ ആ ഉന്നതമായ സ്ഥാനത്തിൽ എത്തിക്കട്ടെ. നമ്മുടെ മക്കളിലും അവരുടെ മക്കളിലുമെല്ലാം പരിശുദ്ധമായ മാറ്റമുണ്ടാകുമാറാകട്ടെ. അവസാനമായിക്കൊണ്ട് ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു കൊട്ടേഷൻ ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിച്ചവരായിരിക്കണം. നിങ്ങൾ മുമ്പെന്തായിരുന്നോ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആവശ്യക്കാരായി തീരുമെന്ന് കരുതേണ്ട. അള്ളാഹുവിന് മുമ്പിൽ തൻ്റെ ആവശ്യത്തെ സമർപ്പിക്കുന്നവൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയേണ്ടി വരികയില്ല. മുഴുവൻ ലോകവും നിങ്ങൾക്കെതിരായിരുന്നായി തീർന്നാലും മോമിൻ പ്രയാസത്തിലും കഷ്ടപ്പാടിലും അകപ്പെട്ടാലും തന്നെ അല്ലാഹു തആല അവനെ സംരക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനെ ഒരു കുട്ടിയെപ്പോലെ തൻ്റെ കരങ്ങളിൽ വാരിയെടുക്കുകയും അവൻ്റെ പ്രയാസങ്ങളെ അകറ്റുകയും. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അവൻ ഹയ്യുൽ ഖയ്യൂമാണ്. അവൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് ആർക്കും നിങ്ങൾക്ക് പ്രയാസങ്ങൾ എത്തിക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഹഖീഖിയായ യഥാർത്ഥനായ ദാസനായി തീരേണ്ടതാണ്. നമ്മൾ നമ്മുടെ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരായി തീരണം. നിങ്ങൾ സത്യസന്ധമായ നിലയിൽ ഈ കടമകൾ നിറവേറ്റിയാൽ, ഈ പ്രതിജ്ഞ പൂർത്തിയാൽ അള്ളാഹു നിങ്ങളെ സ്വയം സംരക്ഷകനായി തീരുന്നതാണ്. ഓരോ സ്ത്രീയും ഓരോ കുട്ടിയും എപ്പോഴും പരിശ്രമിക്കേണ്ടത്, ഞാൻ ലോകത്തെ സ്വാധീനിക്കേണ്ടതാണ്, ലോകത്തിനെ അള്ളാഹുവിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരേണ്ടവൾ ഞാനാണ് എന്ന ചിന്ത
ജമാഅത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്ന ആ പരിശുദ്ധമായ മാറ്റം. നമ്മൾ ഈ ലോകത്തിൽ ഒരു വിപ്ലവമുണ്ടാക്കിക്കൊണ്ട് ലോകത്തിനെ സന്മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ ഈ ലോകത്തെ കൊണ്ടുവരേണ്ടവരാണ്. അതിന് നമ്മൾ സ്വയം ഒരു പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കേണ്ടതാണ്. അത് സാധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു വിപ്ലവം ഉണ്ടാകുന്നതാണ്. ആ വിപ്ലവത്തിലൂടെ നമുക്ക് ലോകത്തിനെ നേർവഴിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഓരോ അഹമ്മദി പെൺകുട്ടിയും പ്രത്യേകമായ നിലയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവരിലൂടെ ആൺകുട്ടികൾക്കും പരിശുദ്ധമായ മാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ബയ്യത്ത് വ്യർത്ഥമാണ്. അല്ലാഹു തആല ആ ബയ്യത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാക്കട്ടെ. ദീനിനെ ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയെയും നമ്മൾ പാലിക്കുന്നവരായിക്കൊണ്ട്, ദീനിന് മുഖ്യത്വം നൽകുന്നവരായി നമ്മൾ തീരുമാനമാകട്ടെ. ദുആ ചെയ്യുക.